തിരുവനന്തപുരത്ത് സി പി എമ്മിൽ പൊട്ടിത്തെറി. തിരുവനന്തപുരത്ത് സി പി എമ്മിൻ്റെ ഏരിയ സമ്മേളനങ്ങൾ നടക്കുകയാണ്. അതിനിടെയാണ് തിരുവനന്തപുരത്തെ സെൻസിറ്റീവായ മംഗലപുരം ഏരിയ സമ്മേളനത്തിൽ നിന്ന് ഏരിയ സെക്രട്ടറി മുല്ലശ്ശേരി മധു ഇറങ്ങിപ്പോയിരിക്കുന്നത്. ജില്ലാ സെക്രട്ടറി വി ജോയിയുടെ നിലപാടിൽ പ്രതിഷേധിച്ചാണ് ഏരിയ സെക്രട്ടറി മധു മുല്ലശ്ശേരിയുടെ ഇറങ്ങിപ്പോക്ക്. മധു ഏരിയ സെക്രട്ടറി ആകുന്നത് ജോയ് എതിർത്തു. മധുവിന് പകരം എം ജലീലിനെ ഏരിയ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കുകയും ചെയ്തു. പാർട്ടിയുമായി ഇടഞ്ഞ മധു സി പി എം വിടുമെന്നാണ് സൂചന. സി പി എമ്മിലെ എല്ലാ സ്ഥാനങ്ങളും രാജിവെക്കുമെന്നും തന്നോടൊപ്പം നിരവധി പ്രവർത്തകരും പാർട്ടി വിടുമെന്നും മധു പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റപ്പോൾ ഏറെ സന്തോഷിച്ച ആളാണ് ജോയ്. ജില്ലാ സെക്രട്ടറി ആയതോടെ പാർട്ടിയിൽ വിഭാഗീയത വർദ്ധിച്ചുവെന്നും മധു മുല്ലശ്ശേരി ചൂണ്ടിക്കാണിച്ചു. മധു മുല്ലശ്ശേരി സി പി എമ്മിന്റെ തലസ്ഥാനത്തെ കരുത്തുറ്റ വിഗ്രഹമായി. സി പി എമ്മിന്റെ കരുത്തുറ്റ വിഗ്രഹം എന്നതിലുപരി ആർക്ക് നേരെയും മുണ്ട് മടക്കിക്കുത്തി പോരാടാനുള്ള കഴിവും തൻ്റെ ഇടവും ഒക്കെ ഉണ്ടായിരുന്ന വ്യക്തിത്വമായിരുന്നു മധു മുല്ലശ്ശേരി. മംഗലപുരം ഏരിയ സെക്രട്ടറിയായി അദ്ദേഹം 2 തവണ പ്രവർത്തിച്ചു. ആ മധു മുല്ലശ്ശേരിയാണ് ഇപ്പോൾ ഇറങ്ങിപ്പോക്ക് നടത്തുന്നത്. ജനകീയ പ്രശ്നങ്ങളിൽ ആരുടെയും മുഖം നോക്കാതെ തീരുമാനമെടുക്കാൻ മധു മുല്ലശ്ശേരി എപ്പോഴും മുൻപന്തിയിൽ ഉണ്ടായിരുന്നു. ഒരു സ്വകാര്യ കമ്പനിയുടെ പന്നി ഫോമുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് ഞൊടിയിടയിൽ പരിഹാരം കണ്ടത് മധു മുല്ലശ്ശേരിയാണ്. മധു മുല്ലശ്ശേരി മംഗലാപുരം നിവാസികളുടെ ഓമനയാണ്. മംഗലാപുരം നിവാസികൾക്ക് മധു മുല്ലശ്ശേരിയെ അറിയാം, ജനകീയനായ നേതാവ്. പക്ഷേ ഇപ്പോൾ തിരുവനന്തപുരത്തെ സി പി എമ്മിലെ വിഭാഗീയത ആ ജനകീയനായ നേതാവിനെ പുറത്തു പോകാൻ നിർബന്ധിതനാക്കിയിരിക്കുന്നു. ഒരുപാട് വിഷമത്തോടു കൂടിയായിരിക്കും മധു മുല്ലശ്ശേരി പുറത്തു പോകുന്നത് എന്നത് ഉറപ്പ്. കാരണം എനിക്ക് മധു മുല്ലശ്ശേരിയെ നന്നായി അറിയാം. ജനങ്ങൾക്ക് വേണ്ടി ജീവിതം ഹോമിച്ച സഖാവ്, വളരെ ലളിതമായ ജീവിതം നയിക്കുന്ന സഖാവ്. ആ സഖാവാണ് സി പി എമ്മിൽ നിന്ന് പുറത്തേക്ക് പോയിരിക്കുന്നത്. എന്തായാലും പാർട്ടിയുമായി ഇടഞ്ഞ മധു മുല്ലശ്ശേരി സി പി എം വിട്ടേക്കുമെന്ന സൂചന ശക്തമായിരിക്കും. സി പി എമ്മിലെ എല്ലാ സ്ഥാനങ്ങളും രാജിവെക്കുമെന്നും തന്നോടൊപ്പം പ്രവർത്തകരും പാർട്ടി വിടുമെന്നും അദ്ദേഹം പറയുമ്പോൾ കളി വല്ലാത്തൊരു കളിയായി മാറിയിരിക്കുന്നു. തിരുവനന്തപുരത്തെ സി പി എമ്മിൽ കുറെ കാലമായി വിഭാഗീയത ഇല്ലായിരുന്നു. കുറെ കാലമായി തിരുവനന്തപുരത്തെ സി പി എമ്മിൽ വിഭാഗീയത ഇല്ല. ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുന്ന ഒരു സി പി എം നേതൃത്വമായിരുന്നു തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നു. അതൊക്കെ കാറ്റിൽ പറത്തിയിരിക്കുന്നു മംഗലാപുരത്തെ സംഭവ വികാസങ്ങൾ സി പി എമ്മിന്റെ തിരുവനന്തപുരം ജില്ലാ നേതൃത്വത്തിന് എതിരാണ്. മധു മുല്ലശ്ശേരി പുറത്തു പോകുമ്പോൾ മധു മുല്ലശ്ശേരിയെ അടുത്തറിയാവുന്ന പൊളിറ്റിക്സ് കേരളയ്ക്ക് പറയാനുള്ളത് സാധ്യമായ ജനസ്വാധീനമുള്ള നേതാവ്, ജനങ്ങളുടെ ദുഃഖമറിയുന്ന നേതാവ്. ജനങ്ങളുടെ ദുഃഖമറിയുന്ന നേതാവ് എന്ന് മാത്രമല്ല, ജനങ്ങളുടെ സമരത്തിൽ പങ്കാളിയാവുന്ന നേതാവ്. മധു മുല്ലശ്ശേരി പുറത്ത് വളരെ ദുഃഖത്തോടു കൂടി തന്നെ, കാരണം എക്കാലവും മധു മുല്ലശ്ശേരി സി പി എമ്മിൻ്റെ എല്ലാമായിരുന്നു തിരുവനന്തപുരത്ത്. അദ്ദേഹത്തിന് ഒരുപാട് സൗഭാഗ്യങ്ങൾ കിട്ടുമായിരുന്നു ഒന്ന് കണ്ണടച്ചിരുന്നെങ്കിൽ. അതൊന്നും ചെയ്യാതെ സി പി എമ്മിൽ നിന്ന് അദ്ദേഹം ഇറങ്ങിപ്പോയിരിക്കുന്നു. വല്ലാത്തൊരു ഇറങ്ങിപ്പോക്കാണ് സംഭവിച്ചിരിക്കുന്നത്. സി പി എമ്മിൻ്റെ തിരുവനന്തപുരം നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം മധുവിൻ്റെ ഇറങ്ങിപ്പോക്ക് വലിയ ഒരു നഷ്ടം തന്നെയാണ്. മധു മുല്ലശ്ശേരി ഇറങ്ങിപ്പോയിരിക്കുന്നു. ജനങ്ങൾക്ക് വേണ്ടി മാത്രം സംസാരിച്ച നേതാവ്.
ജനങ്ങൾക്ക് വേണ്ടി മാത്രം സംസാരിക്കുമ്പോൾ മാധ്യമങ്ങളെ മാധ്യമങ്ങളെ സന്തോഷിപ്പിക്കാത്ത നേതാവ്. അദ്ദേഹത്തിന് എപ്പോഴും അദ്ദേഹത്തിൻ്റെതായ ഒരു അജണ്ട ഉണ്ടായിരുന്നു. മധു മുല്ലശ്ശേരിയുമായി ഒരു അഭിമുഖത്തിന് പൊളിറ്റിക്സ് കേരള ശ്രമിക്കുന്നുണ്ട്. കിട്ടിയാൽ അദ്ദേഹത്തെ കിട്ടുമെങ്കിൽ അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥയിൽ ഒരു അഭിമുഖം തരാനുള്ള ഒരു സാധ്യതയും ഇല്ല. കാരണം CPM നിന്ന് ഇടഞ്ഞ് പുറത്തു പോകുമ്പോൾ അത് വലിയൊരു റിസ്ക്കാണ്, ഭാഗ്യ പരീക്ഷണമാണ്. എന്തായാലും മധു മുല്ലശ്ശേരിയുടെ അഭിമുഖം കിട്ടുമെങ്കിൽ ഞങ്ങൾ തീർച്ചയായും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് എത്തിക്കും, നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തിക്കും. ബി ജോയ് ജില്ലാ സെക്രട്ടറി ആയത് മുതൽ പലതരത്തിലുള്ള വിഭാഗീയമായ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് CPM. പലതരത്തിലുള്ള വിഭാഗീയമായ പ്രവർത്തനങ്ങൾ. ആ പ്രവർത്തനങ്ങൾക്ക് ഒക്കെ ഒടുവിലാണ് മധു മുല്ലശ്ശേരിയുടെ പുറത്തുപോക്ക് സംഭവിച്ചിരിക്കുന്നത്. മധു മുല്ലശ്ശേരിയെ സംബന്ധിച്ചിടത്തോളം CPM-ൽ അദ്ദേഹം നിലനിൽക്കുന്നത്, എക്കാലവും നിലനിന്നിരുന്നത് അദ്ദേഹത്തിൻ്റെ വലിയൊരു ശക്തി കൊണ്ടാണ്, വലിയൊരു മാനസിക ബലം കൊണ്ടാണ്. പലപ്പോഴും അദ്ദേഹം ശക്തമായ തീരുമാനങ്ങൾ എടുത്തിരുന്നു. ദൂരെ നിന്നും അടുത്തു നിന്നും കണ്ട നേതാവെന്ന നിലയിൽ എക്കാലവും ശക്തമായ നിലപാടുകൾ എടുക്കുന്ന മധു മുല്ലശ്ശേരി തിരുവനന്തപുരത്തെ മാധ്യമങ്ങൾക്ക് തന്നെ ഒരു അത്ഭുതമായിരുന്നു. സ്വന്തം തീരുമാനം, ജനങ്ങൾക്ക് വേണ്ടി സ്വയം ഒരു തീരുമാനം എടുക്കുക, ആ തീരുമാനം പ്രാവർത്തികമാക്കുക, അതാണ് മധു മുല്ലശ്ശേരിയുടെ പ്രത്യേകത. അതിന് അദ്ദേഹം തൻ്റെ സംഘടനയെ, ജനകീയമായ വിഷയങ്ങൾക്ക് തൻ്റെ സംഘടനയെ നന്നായി വിനിയോഗിച്ചു. ആ മധു മുല്ലശ്ശേരി പുറത്തു പോകുമ്പോൾ തിരുവനന്തപുരത്ത് CPM-ന് അത് തീരാത്ത നഷ്ടമാണ്. കാരണം അദ്ദേഹം ഒരുപാട് കാലം CPM-ന് വേണ്ടി പ്രവർത്തിച്ച വ്യക്തിയാണ്. മംഗലാപുരത്തെ മുരുക്കുമുഴയിലെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച വ്യക്തിയാണ്. അങ്ങനെയുള്ള വ്യക്തി എന്ന നിലയിൽ അദ്ദേഹം പാർട്ടിക്ക് പുറത്തു പോകുമ്പോൾ പാർട്ടി സൂക്ഷിക്കേണ്ട ഒരുപാട് ഘടകങ്ങളുണ്ട്. മധു മുല്ലശ്ശേരിയെ പോലെയുള്ള ഒരുപാട് പേരുടെ ചോരയുടെയും വിയർപ്പിൻ്റെയും ഫലമാണ് ഈ പാർട്ടി. ഗുണ്ടകൾക്ക് മുമ്പിലും സംഘപരിവാറിന് മുമ്പിലും കീഴടങ്ങാത്ത വ്യക്തിത്വമുള്ള ആ വലിയ മനുഷ്യൻ്റെ, ആ തികഞ്ഞ സഖാവിൻ്റെ ത്യാഗോജ്ജലമായ ജീവിതം കൂടിയാകുന്നു CPM എന്ന പാർട്ടി.